എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒട്ടുമിക്ക ലേഡീസും ഒരുപാട് ടൈം സെർച്ച് ചെയ്യുന്നൊരു സിംറ്റംസാണ് പ്രഗ്നൻസിയുടെ ഏർലി പ്രഗ്നൻസി സിംറ്റംസ്. നമ്മൾ ഈ പ്രസവ അല്ലെങ്കിൽ ഗർഭകാലയളവിനെ നമ്മൾ മൂന്നായിട്ട് വിഭാഗിക്കാറുണ്ട്. ഈ 9 മാസത്തെ നമ്മൾ ട്രിമസ്റ്റേഴ്സായിട്ട് 3 ട്രിമസ്റ്റേഴ്സായിട്ട് ഫസ്റ്റ് ട്രിമസ്റ്റർ, സെക്കൻഡ് ട്രിമസ്റ്റർ, ലാസ്റ്റ് ട്രിമസ്റ്റർ. ഇതിൽ ഫസ്റ്റ് ട്രിമസ്റ്ററിലായിരിക്കും ഏർലി പ്രഗ്നൻസിയുടെ സിംറ്റം ഒക്കെ ഉണ്ടാവുന്നത്. ചിലവർക്ക് UPT അല്ലെങ്കിൽ യൂറിൻ പ്രഗ്നൻസി കിറ്റിൽ പോസിറ്റീവ് കാണിക്കാറുണ്ട്. കാണിക്കാത്തവരോട് നമ്മൾ പറയാറുണ്ട് ഒരു 2 ആഴ്ചയും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ HCG എന്ന ഹോർമോൺ ചില സമയത്ത് യൂറിനിൽ പെട്ടെന്നത് ഇൻക്രീസ് ആവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. ഈ ഏർലി പ്രഗ്നൻസി സിംറ്റം നോക്കുന്ന ടൈം തന്നെ നമ്മൾ ചില ബ്ലീഡിങ്ങുകളെക്കുറിച്ചും ഡിസ്ചാർജുകളെക്കുറിച്ചും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതൊരു പ്രത്യേക ടോപ്പിക്കാക്കാതെ ഇതിലൂടെ തന്നെ പറഞ്ഞു പോകാം. അതായത് ഓവുലേഷൻ ഫാമിലി പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് വളരെ ഉപയോഗപ്പെടും. ഓവുലേഷൻ ടൈം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 14th ഡേ 28 ദിവസം സൈക്കിളുള്ളൊരു വ്യക്തിക്ക് 14ാം ദിവസമാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. അന്ന് ഒരു ദിവസത്തേക്കായിരിക്കും അണ്ടം ട്യൂബിൽ പ്രസൻ്റായിട്ട് ഉണ്ടാവും. അന്ന് ഈ ബീജവും അണ്ടവും കൂടിച്ചേരൽ നടന്നാൽ ഗർഭത്തിലേക്ക് അത് എത്തുകയാണ്. യൂട്രസിലേക്ക് അപ്പോൾ ഇംപ്ലാന്റ് ചെയ്യും. അത് ട്യൂബിൽ നിന്ന് 6ാമത്തെയോ 10ാമത്തെയോ ദിവസം പോയി 6 മുതൽ 10ൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ പോയിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു കുഞ്ഞ് ബ്ലീഡിങ് ബ്രൗൺ കളറിലൊക്കെ സാനിറ്ററി പാഡുകളിൽ ഉണ്ടാകാറുണ്ട്. അതൊരു ബ്ലീഡിങ് ആണ്. പിന്നീടെന്ന് പറഞ്ഞാൽ ചിലവർക്ക് പീരീഡ് ഉണ്ടാകുന്ന ആ സെയിം ഡേകളിൽ തന്നെ അത് ഒരു ബ്ലീഡിങ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതും വറീഡ് ആകണമെന്നില്ല. അത് ഈ 3 സ്പോട്ടിങ്ങുകളും ബ്ലീഡിങ്ങുകളും യൂഷ്വലി കണ്ടുവരുന്ന ചില വിഷയങ്ങളാണ്. ചില സമയത്ത് പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ്റെ ആ ഒരു റഷ് മൂലമൊക്കെ ഇതുണ്ടാകാറുണ്ട്. ഇത് കൂടാതെയുള്ള ബ്ലീഡിങ്ങുകളോ സ്പോട്ടിങ്ങുകളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കണം. ഡോക്ടറിനെ വേഗത്തിൽ തന്നെ കൺസൾട്ട് ചെയ്ത് ഹോർമോണിൻ്റെ ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഡയറ്റും ഒക്കെ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രഗ്നൻസി ഡയഗ്നോസ്ഡ് ആയ വ്യക്തികളിൽ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അവർ ബെഡ് റെസ്റ്റ് എടുക്കണം. ട്രാവൽ വളരെയധികം അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു അബോർഷനിലേക്ക് മിസ്കാരേജിലേക്ക് എത്തിച്ചേരും. ഫസ്റ്റ് ട്രിമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യ 3 മാസമാണ് 12 ആഴ്ച വരെയുള്ളത്. ഈ 6 മുതൽ 8 അല്ലെങ്കിൽ ഒരു 10 ആഴ്ച വരെ അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജിന് സാധ്യതയുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രിമസ്റ്റർ വളരെ കെയർഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ടവർ അത് തന്നെ എടുക്കുകയും ഡയറ്റ് ശ്രദ്ധിക്കണം. ചില ഭക്ഷണങ്ങൾ ഹോർമോണിനെ ചേഞ്ച് ഉണ്ടാക്കി ബ്ലീഡിങ് ഉണ്ടാകാൻ കാരണമായിട്ട് വരാറുണ്ട്. അത് ക്ലിനിക്കലി പ്രൂവൺ ആണോ എന്നൊക്കെ ചോദിച്ചാൽ സംശയങ്ങളുണ്ട്. എങ്കിലും ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ ഇത് കണ്ടുവരാറുണ്ട്. അവരനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്.